ഹലോ, ഞാനിതാ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പഴുത്ത നേന്ത്രപ്പഴമായിട്ടാണ് കേട്ടോ. ഇത് കാണുമ്പോഴേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഇത് ലാലേട്ടൻ്റെ ആ ഒരു റെസിപ്പി അല്ലേ? അതേടോ, അതന്നെയാണ്. പക്ഷേ ഇത് ഉണ്ടാക്കിയാലൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഇത് കഴിച്ചാൽ നിർത്തൂലടോ, കഴിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ആലോചിക്കുന്നത് മറ്റൊന്നുമല്ല, ഇതുവരെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നിയില്ലല്ലോ. ഇത് ലാലേട്ടൻ തന്നെ പറഞ്ഞു തരണമല്ലോ എന്നാണ് ആലോചിക്കുന്നത്. എന്തായാലും റെസിപ്പി ഒന്ന് കണ്ടോക്ക്. ഇത് പഴം വെച്ചിട്ടല്ലേ, ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയണ്ട. ഇതൊരു അടിപൊളി അടാറായിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു കടായി അങ്ങോട്ട് ചൂടാക്കി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് പഴം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അന്നേരം നിങ്ങൾ വിചാരിക്കും ഇത് ഞങ്ങൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അല്ല കേട്ടോ, ചെറിയൊരു മാറ്റം കൂടെ ഉണ്ട്. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ശർക്കര, ഒരു ശർക്കരയും പാടെ ഇട്ട് കൊടുക്കുക, കുറച്ച് തേങ്ങയും പാടെ. പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല, നിങ്ങൾ ഇഷ്ടത്തിന് അങ്ങ് ഇട്ട് കൊടുത്തോ. എന്നിട്ട് ഇതുപോലെ മിക്സ് വെൽ. അതിലേക്ക് ഇതാ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ അങ്ങിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂടോ, പരിപാടി കഴിഞ്ഞു. ഇനിയാണിത് സെറ്റാക്കൽ. ഇത്രയും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ഇനിയാണ് മാറ്റം വരുത്തുന്നത്. ഇനിതാ ഇത് ഇതുപോലൊരു പ്ലേറ്റിക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കുക. ഇനി ഒന്നും നോക്കണ്ടടോ, അങ്ങോട്ട് തട്ടിക്കോളൂ. കുറച്ചധികം തന്നെ വാനില ഐസ്ക്രീം. ഇനി എന്താ പരിപാടി എന്ന് പറയണ്ടല്ലോ. 3 പഴം കൊണ്ട് ഉണ്ടാക്കിയത് 3 കിലോ പഴം വാങ്ങിയിട്ട് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.